പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് അവൻ നമ്മെ അവൻ്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമ സമുദായത്തിൽ സൃഷ്ടിച്ചു. അതിൻ്റെ സമുദായിയായതിൽ ഉള്ള അനുഗ്രഹം നമുക്ക്, അതിൻ്റെ അഭിമാനം നമുക്ക് നൽകുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. മാത്രമല്ല അല്ലാഹു തആല കാമിലീങ്ങളായ ഔലിയാക്കളുടെ ഷെയ്ഖുമാരുടെ ഷെയ്ഖുന ഖൗസുൽ ആലം സയ്യിദ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖുന ഖാജ മുഈനുദ്ദീൻ ഹസൻ സഞ്ചർ ചിശ്തി അജ്മീരി, ഷെയ്ഖുന മുഹീദ്ദീൻ അറബി പോലെയുള്ള മഹാന്മാരുടെ ബന്ധം നൽകി, ത്വരീഖത്ത് നൽകി അല്ലാഹു തആല നമ്മെ അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്. നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത് റജബ് മാസത്തിലായതുകൊണ്ട് റജബ് മാസത്തിന് വളരെയധികം പ്രാധാന്യവും പോരിശയുമുണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് റജബ് മാസത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് സംസാരിക്കാം. അതെല്ലാവരും ശ്രദ്ധിക്കണം. എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകൾ, ഇവിടെ കേൾക്കുന്ന വിഷയങ്ങൾ അടുത്ത ആളുകളിലേക്ക് എത്തിക്കണമെന്ന് പ്രത്യേകം സാന്നിധ്യത്തിലില്ലാത്തവർക്ക് അറിയിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. റജബ് മാസം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, റജബ് മാസം പ്രത്യേകമായി അല്ലാഹു തആല തൗബ കബൂലാക്കുന്ന മാസമാണ്. ഇത് തൗബയുടെ മാസമാണ്. ഈ ദിവസങ്ങളിൽ തൗബ ചെയ്ത് അള്ളാഹു പ്രത്യേകം അവർക്ക് സ്വീകരിക്കും. മാത്രമല്ല ഇത് സ്വലാത്ത് അധികരിപ്പിക്കേണ്ട മാസമാണ്. ഇത് ദിക്റുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ്. അതായത് റമളാനിന്റെ മുന്നേ തന്നെ റമളാനിന് വേണ്ടിയിട്ട് അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിന് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള ഇത്ഖും മിനന്നാർ ലഭിക്കുവാൻ വേണ്ടി തയ്യാറാവാനുള്ള മാസമാണ്. റജബ് മുതൽ അങ്ങ് തയ്യാറാവണം. റജബ്, ശഅബാൻ, റമളാൻ അതിൻ്റെ ആഘോഷമാണ്. അള്ളാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് കിട്ടിയതിൻ്റെ, അള്ളാഹുവിൽ നിന്ന് സ്വർഗം ലഭിച്ചതിൻ്റെ, സന്തോഷ വാർത്ത അറിയിച്ചതിൻ്റെ സന്തോഷം ആഘോഷിക്കലാണ് പിന്നീട് ഈദുൽ ഫിത്തർ, പെരുന്നാൾ. അത് പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്, ഇത് തൗബയുടെ മാസമാണ്. കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളെ തൊട്ടും തൗബ ചെയ്ത് മടക്കൽ നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ റജബ് മാസത്തിൽ ആരെങ്കിലും പാപം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ കോപം ശക്തമായിരിക്കും. സാധാരണ മാസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ മാസങ്ങളിൽ പാപം ചെയ്താൽ അള്ളാഹുവിന്റെ കോപമുണ്ട്. എന്നാൽ റജബ് മാസത്തിൽ പാപം ചെയ്യുന്നവരുടെ മേൽ അള്ളാഹുവിന്റെ കോപം വളരെ കാഠിന്യമുണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ട് പാപങ്ങളിൽ നിന്നും വളരെയധികം സൂക്ഷിച്ച് വിട്ടു നിൽക്കേണ്ട മാസമാണ് ഈ റജബ് മാസം എന്ന് ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരും മനസ്സിലാക്കണം, ബോധവാന്മാരാകണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും, 5 രാത്രികള് അല്ലാഹു തആല ആ രാത്രികളിലുള്ള ദുആകൾ പെട്ടെന്ന് കബൂൽ ചെയ്യും. 5 രാത്രികൾ. അതിൽ ഒരു രാത്രി ജുമുഅയുടെ രാത്രി. രാത്രി എന്ന് പറഞ്ഞാൽ രാവാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച രാത്രി എന്നർത്ഥം. ജുമുഅയുടെ രാവ്. മറ്റൊന്ന് ഈദുൽ അദ്ഹയുടെ രാവ്. മറ്റൊന്ന് ഈദുൽ ഫിത്റിന്റെ രാവ്. 2 പെരുന്നാൾ മാസത്തിന്റെ രാവുകൾ എന്നർത്ഥം. നമ്മളൊക്കെ പെരുന്നാളിന് സാധാരണ ആഘോഷിക്കാൻ വേണ്ടി അങ്ങാടികളിൽ പോകുന്ന രാത്രികൾ. ശരിക്ക് സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ അടിമകള് അന്ന് ഇബാദത്തിൽ കൂടുന്ന രാത്രികൾ, പെട്ടെന്ന് കബൂലിയത്ത് ഉണ്ടാവും, ദുആ കബൂലാവുന്ന രാത്രികളാണ്. അപ്പൊ ഈദുൽ ഫിത്റിന്റെ രാത്രി. പിന്നെ ഉള്ളത് ഏതാണ്? ശഅബാൻ 15ന്റെ രാത്രി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ പുത്തൻവാദികളായ ജമാഅത്തെ ഇസ്ലാമിക്കാര്, മുജാഹിദ് പ്രസ്ഥാനക്കാര്, ഇവരൊക്കെ പറയും, എന്തിനാണ് ഈ ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞിട്ടൊരു രാവൊക്കെ ശഅബാൻ 15ന്റെ രാവിലെ നിങ്ങൾ കൂടുന്നത്? പ്രത്യേക സദസ്സുകളൊക്കെ സംഘടിപ്പിച്ച് കൂട്ടപ്രാർത്ഥനകളൊക്കെ നടത്തേണ്ട ആവശ്യം എന്തിരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അതിന് തെളിവാണ് ഈ പറയുന്നത്. ഹദീസിലുണ്ട്, ശഅബാൻ 15ന്റെ രാവ്, അതും അല്ലാഹു പെട്ടെന്ന് ദുആ കബൂൽ ചെയ്യും. പിന്നെ ഉള്ളത് റജബ് 1ന്റെ രാവ്. റജബ് 1ന്റെ രാവ്, അത് ഇതേപോലെ ദുആ കബൂലാവുന്ന രാത്രിയാണ്. അപ്പൊ റജബ് മാസം വന്ദിക്കപ്പെടേണ്ട 4 മാസങ്ങളിൽ ഒരു മാസമായിട്ടാണ് റജബ് മാസത്തെയും കരുതിയിട്ടുള്ളത്. വന്ദിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് മാസം.
റജബ് മാസത്തിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് തൗബയിലേക്ക് മുന്നേറാൻ പറയുന്നത്. തൗബ നിർബന്ധമാണ്. കഴിഞ്ഞു പോയ പാപങ്ങളെ തൊട്ട് തൗബ ചെയ്യണം. കഴിഞ്ഞു പോയ പാപങ്ങളെ തൊട്ട് തൗബ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 4 കൂട്ടക്കാർക്ക് അല്ലാഹു തആല അവരുടെ തൗബ കബൂൽ ചെയ്യുകയില്ല. അതായത് അല്ലാഹു തആല ഓഫറായിട്ട് പ്രത്യേകമായ രാവുകളിൽ അല്ലെങ്കിൽ പ്രത്യേകമായ ദിവസങ്ങളിൽ സമയത്ത് അല്ലാഹു ഓഫറായിക്കൊണ്ട് ഫ്രീ ആയിക്കൊണ്ട് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവരുടെ ലിസ്റ്റിൽ എന്തുണ്ടാവില്ല? ഈ ഞാൻ പറയാൻ പോകുന്ന ആളുകൾ ഉൾപ്പെടുകയില്ല. ഒന്ന്, മനസ്സിൽ വിശ്വാസികളായ ആളുകളോട് മനസ്സിൽ വൈരാഗ്യം വെച്ച് നടക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഏതെങ്കിലും മുസ്ലിമീങ്ങൾ, നമ്മുടെ ശത്രുക്ക്, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരാവട്ടെ, നമ്മൾ ഉപദ്രവിക്കുന്നവരാവട്ടെ, അവരോട് നമ്മുടെ മനസ്സിൽ വൈരാഗ്യം വെച്ച് നടക്കുകയാണെങ്കിൽ ഈ ഓഫറുകളൊന്നും കിട്ടൂല എന്ന് ഹദീസ. വൈരാഗ്യം പാടില്ല. അതുകൊണ്ട് ഈ തൗബ ചെയ്യുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങൾക്ക് വലിയ അനുഗ്രഹം കിട്ടിയത് ഈ റജബ് മാസത്തിൽ തൗബ ചെയ്യാൻ തൗഫീഖ് കിട്ടി. തൗബ ചെയ്യുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആരെങ്കിലും നമ്മളോട് ഇനി എന്ത് തെറ്റ് ചെയ്യട്ടെ, അവർ വിശ്വാസികളാണ്, പടച്ചോനെ ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്ത്, അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുക, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കല്ല, ഞങ്ങളോടുള്ള ഇണക്കെട്ട് കൊടുക്കല്ല, ഞങ്ങളോടുള്ള സ്നേഹം അവർക്ക് ഇട്ട് കൊടുക്കല്ല. ഇങ്ങനെയുള്ള ചിന്തയാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. മനസ്സിൽ വെറുപ്പ് വെക്കണ്ട. നമ്മൾ അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയാം, അവരുടെ നന്മ നമ്മൾ കാക്ഷിക്കുക, അഭ്യുദയ കാക്ഷികളാവുക, അവർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, പടച്ചോനെ എനിക്കും പുറത്ത് കാട്ടല്ല. ഇതിലൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സൃഷ്ടികൾ നമ്മളോട് ചെയ്ത വല്ല കാര്യങ്ങളും വല്ല പ്രയാസങ്ങളും നമ്മൾ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്കറിയാം ഇവര് നമ്മൾക്ക് ചെയ്ത ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്താൽ നമ്മൾ അള്ളാഹുവിനോട് ചെയ്ത പല പാപങ്ങളും ഉണ്ട്, അള്ളാഹ് വേഗം പുറത്തു തരും നമ്മൾക്ക്. അങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ട്. അതുകൊണ്ട് റജബ് മാസത്തിൽ തൗബയുടെ മുന്നേ അല്ലെങ്കിൽ തൗബ ചെയ്യുന്നതോടുകൂടെ നമ്മൾ ആദ്യം നമ്മളെ ഹൃദയത്തെ ശുദ്ധിയാക്കുക, നമ്മളെ കൽബിനെ ശുദ്ധിയാക്കുക, മനസ്സിനെ ശുദ്ധിയാക്കുക, എല്ലാവരെ സംബന്ധിച്ച് നല്ല ഭാവന വെക്കുക. ഞാനാണ് മോശക്കാരൻ, മൈ ബുറാഹും സബ് അച്ഛേ, ഞാൻ ഏറ്റവും മോശക്കാരനാണ്, എല്ലാവരും നല്ലവരാണ് എന്നുള്ള ഭാവന നമ്മളെ ഉള്ളിൽ ഉണ്ടാക്കണം. എന്നാൽ തൗബ പെട്ടെന്ന് കബൂലാകും. രണ്ടാമത്തേത്, തൗബ സ്വീകരിക്കപ്പെടാത്ത ആള് കള്ളുകുടിയനാണ്, മദ്യപിക്കുന്ന ആളുകള്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകള്, ഹാൻഡ്സ് വെക്കുന്ന ആളുകള്, പാൻപരാഗ് കഴിക്കുന്ന ആളുകള്, അതുപോലെ ഹെറോയിനാൽ ആ മയക്കുമരുന്നിൻ്റെ ഏതെങ്കിലും ഒരു ഇനത്തിൽപ്പെട്ട കാര്യം കൈകാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അള്ളാഹു വെറുത്തിരിക്കും. നാളെ മഹ്ശറയിലൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു, കള്ളുകുടിയന്മാരൊക്കെ മഹ്ശറയിൽ വരുന്ന അവസ്ഥ വിരൂപികളായിക്കൊണ്ട്, അവന്റെ ശരീരം കറുത്ത് വിരൂപമായിക്കൊണ്ട്, അവന്റെ നാവ് ഇറങ്ങി നായയെ പോലെ നെഞ്ഞിലേക്ക് ഇറങ്ങിയിരിക്കും അവന്റെ നാവ് എന്നാ പറഞ്ഞിട്ടുള്ളത്. നെഞ്ഞിലേക്ക് ഇറങ്ങി ആ നാവിൽ നിന്നും കേല ഒലിക്കുന്നുണ്ടാവും. കേലെങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കണം, നായകളെ പോലെ വരും. ആ മാഷറുള്ള മറ്റാളുകൾക്ക് വേഗം മനസ്സിലാകും. അവർ പറയും, അതാ അവൻ കള്ളു കുടിച്ചിരുന്ന ആളാണ്. മദ്യപിക്കുന്നവരുടെ മേൽ അള്ളാഹുവിന്റെ ലാനത്തിന്റെ ശാപമുണ്ട്, അവർക്ക് മഗ്ഫിറത്ത് കിട്ടില്ല. അവർ പൂർണ്ണമായി മദ്യം ഒഴിവാക്കുന്നത് വരെ. എന്തിനാണ് ഇതിവിടെ സ്ത്രീകളുടെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത്? എന്തിനാണ്? പുരുഷന്മാരൊന്നും വിചാരിക്കരുത് നമ്മൾ ഒഴിവാക്കുകയാണെന്ന്. പുരുഷന്മാരുണ്ട്, പക്ഷെ ഇവിടെ പ്രധാനമായിട്ടും സ്ത്രീകളുടെ ക്ലാസ് ആയതുകൊണ്ടാണ് പറയുന്നത്. എന്തിനാണ്? നമ്മളുടെ കുടുംബത്തിൽ ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ മക്കള്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാര്, അല്ലെ സഹോദരന്മാരുടെ മക്കള്, ഇതുപോലെ കുറെ ആളുകള്, കുറെ ചെറുപ്പക്കാര് ഇന്നത്തെ കാലത്ത് മദ്യപിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ മദ്യപിക്കുന്നവരുടെ കൂടെ കൂട്ടുകാരായി വസിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ആ മദ്യപിക്കുന്നവരുടെ കൂടെ കൂടിയവരുടെ മേലും അള്ളാഹുവിന്റെ ശാപം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അവരെ കൂട്ടുകാരാക്കാൻ പാടില്ല. അവർ അതിൽ നിന്നും ഉപദേശിച്ചുകൊണ്ട് നേരെയാക്കി കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവരെ ഉപദേശിക്കണം. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോടും പറയാനുള്ളത്, നിങ്ങൾ അവരെ ഉപദേശിക്കാൻ സുഹൃത്തുക്കളുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ അവർക്ക് ഇതിന്റെ വശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, അതിന്റെ തിന്മകൾ മനസ്സിലാക്കി കൊടുക്കുക, ഇതിന്റെ എത്ര ഗൗരവം എന്താണ്, ഇത് കുടിക്കുന്നവർക്കുള്ള ശിക്ഷയുടെ ഗാംഭീര്യതയും അതിന്റെ ഗൗരവവും എന്താണ് മനസ്സിലാക്കി കൊടുത്ത് അതിൽ നിന്ന് അവരെ മാറ്റാൻ പരിശ്രമിക്കണം എന്ന് ഈ അവസരത്തിൽ പറയുകയും. അപ്പൊ രണ്ട്, എന്താണ്? മദ്യപിക്കുന്ന ആളുകള് അവർക്ക് പുറത്തു കിട്ടില്ല,
അവർക്ക് ഒരു റമദാനിൻ്റെതായാലും ഷാബാനിൻ്റെതായാലും റജബിൻ്റെതായാലും അവർക്കൊന്നും മഗ്ഫിറത്ത് കിട്ടൽ സാധ്യമല്ല. പിന്നെയുള്ള ആൾ ആരാണ്? പലിശ തിന്നുന്ന ആളുകൾ, പലിശക്ക് വേണ്ടി പണം കൊടുക്കുക, പലിശ ഭക്ഷിക്കുന്ന ആളുകൾ, അവർക്കും അള്ളാഹുവിന്റെ റഹം ഉണ്ടായിരിക്കുകയില്ല. അവരുടെ തൗബയും അള്ളാഹ് സ്വീകരിക്കുകയില്ല. അപ്പൊ അങ്ങനത്തെ ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കണം. നമ്മളിൽ നിന്ന് വല്ല പാപങ്ങൾ വരുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് തൗബ ചെയ്ത് മടങ്ങുക. നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകം എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യം വരുമ്പോൾ പണ്ടം പണയം വെക്കുക പാടില്ല. അങ്ങനെ അത്യാവശ്യം നിങ്ങൾ ആ പണ്ടം വിറ്റിട്ട് നിങ്ങൾ ആ കടം വീട്ടിക്കോളി, അല്ലെ കാര്യം ചെന്നാലും പണയം വെക്കല്ലേ. അത് വലിയ പാപമാണ്. കാരണം പലിശയുമായി ബന്ധപ്പെടരുത്. ലോൺ എടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ പരമാവധി ലോൺ എടുക്കാതെ പണയം വെക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? കാര്യങ്ങള് സലാമത്താക്കണം. ചില ഘട്ടങ്ങളുണ്ട്, ഇന്ത്യൻ ഗവൺമെന്റ് ആയത് കാരണത്താൽ ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലോൺ എടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ വരും, നിയമപ്രശ്നങ്ങൾ. നിങ്ങൾക്ക് ഒരു കാർ എടുക്കുമ്പോൾ നല്ലൊരു വാഹനം നിങ്ങൾ കുടുംബത്തിന് വാങ്ങുമ്പോൾ അങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഫിഖിന്റെ പണ്ഡിതന്മാർ അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചോദിച്ചറിയുക. ചില പ്രയാസങ്ങൾ, ഒരാൾക്ക് വീടില്ല, ആരും കടം കൊടുക്കാനില്ല, കാരണം അവൻ്റെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അവനക്ക് ഒരു കൂര പോലും ഇല്ലാത്ത ടൈമിൽ ഇവിടുന്ന് കടം ബാങ്കിൽ നിന്ന് കിട്ടണ പലിശ കൊടുക്കേണ്ടി വരും. ബാങ്ക് ചെറിയ ലോണുമായിട്ട് കൊടുക്കുമ്പോൾ ഒരു നിവൃത്തിയില്ലെങ്കിൽ അവന് ആ ലോൺ എടുക്കാം, അള്ളാഹ് പുറത്തു കൊടുക്കും, അഫൂ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ അവന് ലോൺ എടുക്കാമെന്ന് പണ്ഡിതന്മാരുടെ പക്ഷമുണ്ട്. അവിടെ മാത്രമേ ഒഴിവുള്ളൂ. അപ്പോഴും അത് പാപം തന്നെ. പക്ഷെ അള്ളാഹ് അറിയുന്നവരാണ്, അള്ളാഹ് അഫൂ ചെയ്യും അവൻ്റെത് എന്നുള്ള നിലക്ക് മാത്രമേ അവിടെ അനുവദനീയാവുന്നു. അപ്പൊ പലിശ തിന്നുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല. പിന്നെ ഉള്ള ആള് മാതാപിതാക്കൾക്ക് എതിര് ചെയ്യുന്ന ആളാണ്. അവൻ എത്ര നിസ്കരിച്ചാലും ശരി, നോമ്പ് നോറ്റാലും ശരി, ദിക്റ് ചൊല്ലിയാലും ശരി, ഏത് ശൈഖിനോട് ബൈഅത്ത് ചെയ്തിട്ട് ത്വരീഖത്തിൽ പ്രവേശിച്ചാലും ശരി, എത്ര പ്രസംഗിക്കുന്നവനായാലും ഉപദേശം ചെയ്യുന്നവനായാലും ശരി, തൻ്റെ മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവനാണെങ്കിൽ അല്ലാഹു തആല ഒരിക്കലും അവന് പുറത്തു കൊടുക്കുകയില്ല. അള്ളാഹ് പൊറുക്കില്ല. അവൻ ആദ്യം മാതാപിതാക്കളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം, അവരെ സന്തോഷിപ്പിക്കുക. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ വേഗം അവരോട് പൊരുത്തപ്പെടിപ്പിക്കുക. ഇന്നാലാണ് തൗബ കബൂലാവുകയുള്ളൂ. അപ്പൊ തൗബയുടെ മാസമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട മാസമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ മുന്നേ ഒരിക്കൽ ഒരു ചരിത്രം പറയുകയുണ്ടായി. അതായത് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ സഹാബാക്കളോട് ചോദിക്കുകയാണ്, നമ്മൾ ഉറബാക്കളുടെ അടുക്കലേക്ക് പോകാം, ഉറബാക്കളുടെ അടുക്കലേക്ക് പോകാമെന്ന് പറയുമ്പോൾ സഹാബാക്കള് ആരാണ് ഉറബാക്കള് എന്ന് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അപ്പൊ അനസ് റളിയല്ലാഹു ആണ് എന്ന് തോന്നുന്നു, അതാണ് അബൂദർ റളിയല്ലാഹു ആണെന്ന് സംശയമുണ്ട് എനിക്ക്. സഹാബി പറഞ്ഞു, അത് മരിച്ച ആളുകളല്ലേ, ഖബറാളികളല്ലേ എന്ന് സൂചിപ്പിക്കുന്ന വാക്ക് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ അതേ എന്ന് പറഞ്ഞു. ഖബർസ്ഥാനിലേക്ക് പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു ഖബർസ്ഥാനം ചുരുക്കി പറയണം. ഞാൻ ഖബർസ്ഥാനിൽ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ എന്താണ് ഇതിൽ അദാബ് നടന്നുകൊണ്ട്? ഒരു സഹാബിയുടെ ഖബറാണ്, നമ്മൾ ശരിക്കും ചിന്തിക്കണം, സഹാബിയുടെ ഖബറാണ് ഇത്. അദാബ് നടന്നുകൊണ്ടിരിക്കുന്നു. സഹാബിയുടെ ശബ്ദം അള്ളാഹുവിന്റെ റസൂൽ കരയുന്നത് കാരണത്താൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് കരയല്ലേ, അള്ളാഹുവിനോട് ചോദിക്കുക ഇത് എന്താണ് എന്ന് അള്ളാഹ് തങ്ങൾക്ക് ഉത്തരം നൽകും. ആ സന്ദർഭത്തിൽ ഖബറിലെ ശബ്ദം അള്ളാഹുവിന്റെ റസൂൽ കേൾക്കുകയാണ്. ഈ സഹാബി പൊട്ടിക്കരയുകയാണ്. ഈ ഖബറിലുള്ള ഖബറാളിയുടെ ശബ്ദം അള്ളാഹുവിന്റെ റസൂൽ കേൾക്കുകയാണ്. ഖബറാളി വിളിച്ചു പറയണം, യാ റസൂലല്ലാഹ് അൽ അമാൻ, അൽ അമാൻ, അൽ അമാൻ യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലേ രക്ഷ വേണം, എനിക്ക് രക്ഷ വേണം, അള്ളാഹുവിന്റെ റസൂലേ എനിക്ക് രക്ഷ വേണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കാര്യം മനസ്സിലായി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇവിടെ ഖബർസ്ഥാനുള്ള എല്ലാവരുടെയും ആളുകളോട് ഇവിടേക്ക് വരാൻ പറയുക. അങ്ങനെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മറ്റു പലരും കൂടി പോയി. ഓരോരുത്തരായി വന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ പ്രകാരം ഓരോരുത്തരും അവരുടെ ഖബറാളികളുടെ അടുക്കൽ, ആ ഖബറിന്റെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഈ ഖബറിന്റെ അവിടെ നിൽക്കുകയാണ്, നേരത്തെ പറഞ്ഞ ഖബറിന്റെ ഭാഗത്ത്. അവിടേക്ക് ആള് വരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ ഒരു വടിയിൽ ഊന്നിക്കൊണ്ട് പതുക്കെ വരികയാണ്. ആ സ്ത്രീ വന്നുകൊണ്ട് ഈ ഖബറിന്റെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലേ ഇത് എൻ്റെ മകന്റെ ഖബറാണ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറഞ്ഞതിന്റെ മാറ്റം, നിങ്ങളുടെ മകന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു?
എന്താണ് നിങ്ങളുടെ മകന്റെ പ്രശ്നം? നിങ്ങളും മകനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നിങ്ങളുടെ മകന് വളരെ പ്രയാസപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അള്ളാന്റെ റസൂല് കേൾപ്പിച്ചു കൊടുത്തു ഖബറിലെ ശബ്ദം. അള്ളാഹുവിന്റെ റസൂലിനോട് ഈ സഹാബി പറയും, എന്റെ ഉമ്മയാണ് കാരണം, ഞാൻ ശിക്ഷക്ക് കാരണം. എന്റെ ഉമ്മയുടെ ദുആയാണ് അള്ളാഹുവിന്റെ റസൂലെ കാരണം. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറയാണ്, എന്റെ മകൻ മദ്യപിക്കും അള്ളാഹുവിന്റെ റസൂലെ, എന്റെ മകൻ മദ്യപിക്കും. കഴിഞ്ഞില്ല, എന്റെ മകൻ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ എന്റെ അടുക്കൽ വന്നുകൊണ്ട് എന്നെ അവൻ ആക്രമിച്ചു റസൂലേ, മാത്രമല്ല എന്നെ അവൻ അടിച്ചു. അവൻ എന്നെ അല്ലാഹുവിന്റെ റസൂലേ, എന്നെ അവൻ അടിച്ചു, ഉമ്മയെ മകൻ അടിച്ചു. മദ്യലഹരിൽ അവൻ എന്നെ അടിച്ചിട്ട് എന്റെ കൈ ഒടിച്ചു റസൂലേ എന്ന് പറഞ്ഞു. എന്താ ഉണ്ടായത്? കൈ ഒടിച്ചു, ഉമ്മയുടെ കൈ ഒടിച്ചു. എനിക്ക് അത് വല്ലാത്ത വിഷമുണ്ടായി. ഞാൻ അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ അള്ളാഹു ദുആ ചെയ്തു, അള്ളാഹു എന്നെ കൊണ്ട് തൃപ്തിപ്പെടാതിരിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്തു അള്ളാഹുവിന്റെ റസൂൽ. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ശബ്ദം കേൾപ്പിച്ചു കൊടുത്തു. അവിടുത്തെ അട്ടഹാസാവസ്ഥ കണ്ടപ്പോൾ ആ ശബ്ദം ആ സ്ത്രീക്ക് കേട്ടു എന്നാണ് ഹദീസ് പറയുന്നത്. ആ കേട്ട സന്ദർഭത്തിൽ ഈ സ്ത്രീ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ മകന്റെ മേൽ റഹ്മ ചെയ്യ്, ഞാൻ പൊരുത്തപ്പെട്ടു. ആ സന്ദർഭത്തിൽ വീണ്ടും ഈ കബറാളിയുടെ ശബ്ദം കേൾക്കാണ്, എന്റെ ഉമ്മ ഇൻ സ്വരിഫ് അന്നി, എന്നെ തൊട്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോകണം, അള്ളാഹു എന്റെ മേൽ റഹ്മ ചെയ്തിരിക്കുന്നു, എനിക്ക് പുറത്തു തന്നിരിക്കുന്നു. ഉടനെ അവസ്ഥ. അപ്പൊ മാതാപിതാ രണ്ട് കാര്യമൊന്ന് മദ്യപാനം, രണ്ട് മാതാപിതാക്കളെ വിഷമം. മാതാപിതാക്കൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ, ഉമ്മയെയും ഉപ്പയും വെറുപ്പിച്ചു കഴിഞ്ഞാൽ ചെറിയ കാര്യത്തിനാവട്ടെ അത് നമ്മൾക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാകും. സഹാബികൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ അവസ്ഥ എന്തായിരിക്കും സഹോദരൻ? ഞാൻ പറഞ്ഞത് റജബ് മാസത്തെ സംബന്ധിച്ചാണ്. റജബ് മാസം വളരെയധികം പ്രാധാന്യമുള്ള മാസമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, റജബ് മാസത്തിൽ ആരെങ്കിലും ഒരു നോമ്പ് അള്ളാഹുവിന്റെ ഈമാനോട് കൂടിയും, ഹദീസിൽ അങ്ങനെ വന്നിട്ടുള്ളത്, ആരെങ്കിലും ഈമാനോട് കൂടിയും പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടും റജബ് മാസത്തിൽ ഒരു നോമ്പ് നോറ്റാൽ അവൻ അള്ളാഹുവിന്റെ തൃപ്തി അവന്റെ മേൽ നിർബന്ധമാക്കി. അവൻ അള്ളാഹുവിന്റെ തൃപ്തി അവന്റെ മേൽ നിർബന്ധമാക്കി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, എല്ലാവരും ഈ ഇൽമിന്റെ സദസ്സിൽ അതിന്റെ ബഹുമാനത്തോടു കൂടി ഇരിക്കാൻ പരിശ്രമിക്കണം. സ്ത്രീകളാണെങ്കിൽ ശരിക്ക് തലയൊക്കെ മറച്ച്, ഞാൻ എപ്പോഴും പറയലുള്ളതാണ്, ഇൽമിന്റെ സദസ്സിലേക്ക് മലക്കുകൾ ഇറങ്ങും. ആ മലക്കുകൾ ഇറങ്ങുമ്പോൾ നമ്മൾ ശരിക്ക് തല ഒന്നും മറക്കാതെ, അവയവങ്ങളൊന്നും ശരിക്കും മറക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ മലക്കുകൾ എതിരായിട്ട് പ്രാർത്ഥിക്കും നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് കേടായി മാറും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് നമുക്ക് കുറവുള്ളത്? ഒരു തട്ടെടുത്തിട്ട് ഒന്ന് തലയിടാനല്ലേ ഉള്ളൂ. ഇൽമ് കേൾക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു പ്രവർത്തനത്തിൽ മുഴുകാൻ പാടില്ല. ഒരു പ്രവർത്തനത്തിലും ഇൽമ് കേൾക്കുക വേറെന്തേലും ചെയ്യാൻ പാടില്ല. പൂർണ്ണമായിട്ട് മനസ്സാ വാച കർമ്മണ എന്ന് പറയുന്നത് പോലെ മനസ്സുകൂടി ശരീരത്തിന്റെ കൂടെ ഒന്നിച്ച് നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ കാലത്തില്ല. റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് വന്ന കാര്യങ്ങളാണല്ലോ ഈ പറയുന്നത്. പഠിച്ചോനെ എന്നുള്ള ബഹുമാനത്തില്, വളരെ ബഹുമാനത്തോടുകൂടി, അച്ചടക്കത്തോടുകൂടി, ഭയഭക്തിയോടുകൂടി, ശുദ്ധിയോട് കൂടിയിട്ട് കഴിയുടെ പരമാവധി ശുദ്ധിയുള്ളവർ, അശുദ്ധിയില്ലാത്തവർ ശുദ്ധിയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ഒതുവൊക്കെ എടുത്തുകൊണ്ട് നല്ല ഭക്തിയോട് കൂടിയിട്ടാണ് ഇൽമിന്റെ സദസ്സിൽ ഇരിക്കേണ്ടത്. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കും, അള്ളാഹു തആല റഹ്മ ചെയ്യും. നമ്മളിലത്തെ അറിവില്ലായ്മ കൊണ്ട് പലതും വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് പുറത്തു തരട്ടെ. നമ്മളെല്ലാവരും അറിയണ ആൾക്കാരല്ലല്ലോ. എല്ലാവർക്കും ഇതേപോലെ നമ്മൾക്ക് പറഞ്ഞു തരുമ്പോൾ തന്നെ അറിയുള്ളൂ. അതുകൊണ്ടാണ് തെറ്റുകൾ തിരുത്തി തരുന്നത്. പറഞ്ഞു വരുന്നത്, റജബ് മാസത്തിൽ ആരെങ്കിലും പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഈമാനോടുകൂടി ഒരു നോമ്പ് നോറ്റാൽ അവൻ അള്ളാഹുവിന്റെ തൃപ്തി അവന്റെ മേൽ നിർബന്ധമാക്കി. ഷഫീഉനാ റസൂലുള്ളാഹി. ഇനി റജബ് 27 അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, റജബ് 27 ആരെങ്കിലും നോമ്പ് നോറ്റാൽ അവന് 60 മാസം നോമ്പ് നോറ്റ പ്രതിഫലമുണ്ട്. ചില ആളുകൾ മേറാജിന് നോമ്പില്ല എന്ന് പറയും. ഞാൻ മുകാശഫത്തുൽ ഖുലൂബ് ഇമാം അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ മുകാശഫത്തുൽ ഖുലൂബിൽ അസ്സാലി ഇമാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഹദീസല്ല, അസ്സാലി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിൽ പറയണത് റജബ് 27 മേറാജിന്റെ നോമ്പ് എന്നില്ല.
റജബ് 27 ഏതാ? റജബ് 27 മെഹറാജിന്റെ ദിവസം. എന്താണ് അതിന്റെ നിദാനം? അള്ളാഹുവിന്റെ റസൂല് മെഹറാജ് കഴിഞ്ഞ് വരുമ്പോൾ നോമ്പിലായിരുന്നു. അതാണ് അതിന്റെ നിദാനം. സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മെഹറാജിനെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പൊ റജബ് 27 നോമ്പ് നോറ്റാനുള്ള പ്രതിഫലം എന്താണ്? 60 മാസം നോമ്പ് നോറ്റ പ്രതിഫലം ലഭിക്കും. ഇനിയും കേട്ടോ, എല്ലാവരും കഴിയണ പരമാവധി എല്ലാവരും അള്ളാഹിനെ തൃപ്തി മനസ്സിലാക്കിയിട്ട് ഈമാനോട് കൂടി, എന്താണ് ഈമാന്? എനിക്ക് അള്ളാഹു ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹ് എനിക്ക് പ്രതിഫലം നൽകുന്നുള്ള ഈമാനോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? നോമ്പ് നോക്കുക. റജബ് മാസത്തിൽ ആരെങ്കിലും 3 നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ, 3 നോമ്പ് റജബ് മാസത്തിൽ നോറ്റ് കഴിഞ്ഞാൽ അവന് അള്ളാഹു തആല 9 വർഷം നോമ്പ് നോറ്റ പ്രതിഫലം നൽകും. 9 വർഷം. നാളെ ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞു, നമ്മൾക്ക് നന്മയും തിന്മയും തൂക്കുന്ന സന്ദർഭത്തിൽ നന്മയുടെ ഏടുകൾ കനം തൂങ്ങിയാൽ ആ തിന്മ പുറത്തു കൊടുത്തുകൊണ്ട് അവനെ സ്വർഗത്തിൽ കയറ്റും. അവന്റെ മറ്റുള്ള തിന്മകളുടെ പേരിൽ ശിക്ഷിക്കൂല എന്നാണ് ഹദീസുകളിൽ നിന്ന് ഖുർആനിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അപ്പൊ നന്മ വർദ്ധിക്കണം. നന്മ വർദ്ധിക്കണമെങ്കിൽ അമലുകൾ വർദ്ധിക്കണം. അമലുകൾ വർദ്ധിക്കണമെങ്കിൽ ഇഖ്ലാസും വേണം. അള്ളാഹ്ക്ക് വേണ്ടി ആവണം, സൃഷ്ടികൾക്ക് വേണ്ടി ആവരുത്. അപ്പൊ അതിനൊക്കെയുള്ള മാർഗങ്ങളാണ്. ഏതെങ്കിലും ഒരു 3 ദിവസം നോമ്പ് പറ്റാതെ, ഒന്ന് 27 റജബ് 27 ഒരു നോമ്പ് നോക്കുക. വേറെ ഏതെങ്കിലും 2 ദിവസം ഒരു നോമ്പ് നോക്കുക. എന്താ കിട്ടുന്നത്? ചെറുതല്ല. എന്താ സംഭവം? 9 വർഷം നോമ്പ് നോറ്റ പ്രതിഫലം ഇവൻ അല്ലാഹു തആല നൽകും. വേറൊരു കാര്യം കൂടെ, നോമ്പ് നോറ്റ പ്രതിഫലത്തിൽ ഒന്നാമത്തെ പ്രതിഫലം എന്താ? നോമ്പ് നോറ്റ പ്രതിഫലം ലഭിക്കുന്നു പറയും. നോമ്പ് നോറ്റ പ്രതിഫലത്തിൽ ഒന്നാമത്തേത് എന്താ? നോമ്പ് നോറ്റവർക്ക് എന്ത് പ്രതിഫലം ഇട്ട്? ഒന്നാമത്തെ അവന്റെ സകലമായ പാപങ്ങളും അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കും. 2 ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം. രണ്ടാമത്തത് എന്താണ്? അവൻ നരകത്തെ തൊട്ട് അല്ലാഹു തആല കാത്തു സംരക്ഷിക്കും. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ക്ലാസ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം കേട്ടോ. ഈ ക്ലാസ് ഇത് ഇങ്ങോട്ട് പൂർത്തിയാക്കി പോട്ടെ, മറ്റേ നമ്മുടെ വഴി മാറിപ്പോവും. അപ്പോൾ റജബ് മാസത്തിൽ നോമ്പ് നോൽക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവിന്റെ റസൂല് കൂടുതലായി റജബ് മാസത്തിൽ നോമ്പ് നോക്കിയിരുന്നു, അതിലും കൂടുതലായി ശഅബാൻ മാസത്തിൽ നോമ്പ് നോക്കും. അപ്പൊ ഇപ്പൊ മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് തയ്യാറായിക്കൊണ്ടിരിക്കണം. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ തെറ്റുകൾ തിരുത്തി തരുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കുക. ഞാൻ ദീനിന്റെ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതിനാണല്ലോ ഈ വരുന്നത്. നമ്മൾ ദൂരത്തുനിന്ന് പൊന്നാനിയിൽ നിന്ന് കഷ്ടപ്പെട്ട് ഈ പട്ടാമ്പിയിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ ഈ തെറ്റുകൾ തിരുത്താനും ഉപദേശങ്ങൾ നൽകുവാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഞാൻ നിങ്ങളെ തെറ്റുകൾ തിരുത്തുമ്പോൾ എന്നെ സംബന്ധിച്ച് നല്ല ഭാവന വെക്കലാണ് ഏറ്റവും നല്ലത്. നിങ്ങളൊക്കെ നല്ല ഭാവന വെക്കുന്നവർ തന്നെയാണ്, എല്ലാം നല്ല പറയണത്. പക്ഷെ എന്നാലും ഉപദേശത്തിന്റെ വഴിയിലൂടെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ മെഹറാജിന് പോയി വരുമ്പോൾ നോമ്പ് നോറ്റിട്ടായിരുന്നു റജബ് മാസത്തിലുണ്ടായത്. വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഈ റജബ് മാസത്തിലാണ് അള്ളാഹുവിന്റെ റസൂലിന് മെഹറാജ് ഉണ്ടായിട്ടുള്ളത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മെഹറാജ് എന്ന് പറഞ്ഞാൽ ഉയർച്ച. ഇത് സാധാരണ അർത്ഥമല്ല, വെറും പരിഭാഷയല്ല ഉദ്ദേശിക്കുന്നത്. മെഹറാജ് ഒരു സാങ്കേതികമായ ഇസ്തിലാഹിയായി പറയും. 2 കാര്യങ്ങൾ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ അനുസരിച്ചിട്ട് 2 കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് വിശ്വസിക്കേണ്ടതുണ്ട്. ഒന്നെന്താണ്? ഇസ്രാ. 2 മെഹറാജ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ എന്താണ്? രാപ്രയാണം. അതായത് എവിടുന്ന്? മസ്ജിദുൽ ഹറമിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ രാത്രി പ്രയാണം. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി എന്ന് പറഞ്ഞ ആയത്തിൽ അത് പറയുന്നുണ്ട്. ലൈലം മിനൽ മസ്ജിദുൽ ഹറാമി ഇലാ മസ്ജിദുൽ അഖ്സ അല്ലതി ബാറക്നാ ഹൗലഹു എന്നൊക്കെ പറയുന്ന ആയത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ രാപ്രയാണം നടത്തി. അതിന് ഇസ്രാ എന്ന് പറയും. സാധാരണ രാപ്രയാണം അല്ലത്. പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു രാത്രിയിൽ ഇത് ശരീരം, പുണ്യമായ ശരീരം കൊണ്ടാണ് രാപ്രയാണം. ചില ബിദ്അത്തി പ്രസ്ഥാനക്കാർ, പുത്തൻ പ്രസ്ഥാനക്കാർ പറയും സ്വപ്നത്തിലാണ് ഉണ്ടായത്. അതിന് പ്രാധാന്യമില്ലല്ലോ. മലക്ക് ജിബ്രീൽ സ്വപ്നത്തിൽ രാപ്രയാണം നടത്താൻ ബുറാക്കിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ബുറാക്കിന് ആവശ്യമാണ്, സ്വപ്നത്തിയോട് പോയാൽ പോലെ. ഇത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നുള്ള ബുറാക്ക് എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിശുദ്ധ ജീവിയെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു. അതിലാണ് അള്ളാഹുവിന്റെ റസൂൽ രാപ്രയാണം നടത്തുന്നത്. അതിൻ്റെ ആ പരിശുദ്ധ ബുറാക്കിന് ചിറകുകളുണ്ട്. അതിന് വെളുത്ത കളറാണ്. അതിൻ്റെ ദൃഷ്ടി എവിടെ പതിക്കുന്നുവോ അവിടെ അതിൻ്റെ കാല് പതിക്കുന്നു. ദൃഷ്ടി നമ്മളെ കാഴ്ച ഇങ്ങനെ എത്തുമ്പോൾ നമ്മൾക്ക് അവിടെ എത്താൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ നോക്കുക, കാഴ്ച എവിടെ എത്തുന്ന ഉടനെ അതിൻ്റെ പാദം അവിടെ എത്തിയിരിക്കും. അത്ര സ്പീഡായിരിക്കും. അപ്പൊ ഇസ്രാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്രയോ മാസങ്ങൾ പിടിക്കണം മക്കത്ത് നിന്ന് അങ്ങോട്ട് എത്താൻ. അള്ളാഹുവിന്റെ റസൂൽ പെട്ടെന്ന് എത്തി. ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച്
മുന്നേ ഉള്ള അമ്പിയാക്കൾക്കെല്ലാം ഇമാമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കരിച്ചു. ഇമാം നിസ്കരിച്ചു ബൈത്തുൽ മുഖദ്ദസ്. അതിൻ്റെ സൈഡിൽ ബുറാക്കിനെ കെട്ടിയിട്ടു അവിടെ നിസ്കരിച്ചു എന്നാണ്. അവിടെ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? മെഹറാജ് ഉണ്ട്. മെഹറാജ് എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് അർശ് വിട്ടുകടന്നു, സിദ്റത്തുൽ മുൻതഹായും വിട്ടുകടന്നു. അങ്ങനെ അർശിന്റെ അങ്ങോട്ടെത്തി അള്ളാഹുവുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തി അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് എത്തിയ ആ പ്രയാണത്തിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. രാത്രിയുടെ നിമിഷങ്ങളെ കൊണ്ട് കഴിഞ്ഞു തിരിച്ചു വന്നു അള്ളാഹുവിന്റെ റസൂൽ. ആ മിഅ്റാജിൽ വല്ലാത്ത അനുഭവങ്ങൾ അള്ളാഹുവിന്റെ റസൂലുണ്ട്. ആ യാത്രയിലാണ് ബുറാക്കിന്റെ മേൽ അള്ളാഹുവിന്റെ റസൂൽ ഇരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൊണ്ട് യാത്രയായി. ആദ്യം അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ഒന്നാമത്തെ ആകാശത്തിലേക്ക് എത്തുകയാണ്. ഒന്നാമത്തെ ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടപ്പെടുന്ന ഈ കാണുന്ന ആകാശമാണെന്നൊന്നും വിചാരിക്കണ്ട. എൻ്റെ പഠനപ്രകാരം ഒന്നാമത്തെ ആകാശത്തിലാണ് എന്തെല്ലാം ഉള്ളത്? നമ്മുടെ സൗരയൂഥം, ഈ എത്രയോ സൗരയൂഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാലക്സി, എത്രയോ ഗാലക്സികൾ ഉൾക്കൊള്ളുന്ന ലോക്കൽ ഗ്രൂപ്പുകൾ, ഇതെല്ലാം ഒന്നാം ആകാശത്തിലാണ്. കാരണം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആകാശത്തിൽ നിന്നും ഒരു ആകാശത്തിലേക്കുള്ള ദൂരം 500 വർഷത്തെ വഴി ദൂരമാണ്. 500 വർഷത്തെ വഴി ദൂരമാണ്. ഈ കാണുന്നതൊക്കെ എന്താണ്? ഒന്നാം ആകാശമാണ്. ഒന്നാം ആകാശത്തിൽ പെട്ടതാണ്. ഒന്നാം ആകാശം അപ്പോഴും അതിർത്തി എത്തിയിട്ടില്ല. നമ്മളെല്ലാം എത്തിയെന്ന നമ്മളിതിന് ശൂന്യാകാശം എന്നാ പറയലെന്നെ. അപ്പൊ അത് ആകാശമായിട്ടില്ല, ശൂന്യതയിലേക്ക് എത്തിയിട്ടുള്ളവർ. എന്നിട്ട് ഇത് കണ്ടിട്ട് ഏതാണ് ആകാശം എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. ഹദീസുകളും ഖുർആനും എടുത്തു വെച്ച് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചതും വെച്ചുകൊണ്ട് നമ്മൾ പരിചിന്തനം ചെയ്യുമ്പോൾ ഇത് ഒന്നാം ആകാശമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒന്നാം ആകാശത്തിൽ പോയി ജിബ്രീൽ അലൈഹിസ്സലാം വാതിൽ മുട്ടുകയാണ്. അവിടെ ഒരു വാതിലൊക്കെ ഉണ്ട്, കവാടമൊക്കെ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. മുട്ടി, ഉള്ളിൽ നിന്നും ശബ്ദം വന്നു, ആരാണ് പുറത്ത്? അപ്പോൾ പറഞ്ഞു, പുറത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീലാണ് എന്ന് അലൈഹിസ്സലാം. അപ്പോൾ ചോദിക്കപ്പെട്ടു, ബാങ്ക് കൊടുക്കുന്നുണ്ട്, നിർത്താം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഒന്നാമത്തെ ആകാശത്തിലെത്തിയിട്ട് അവിടെയുള്ള കവാടം മുട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ചോദ്യം വന്നു, ആരാണ് പുറത്ത് നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ജിബ്രീലാണ് അലൈഹിസ്സലാം. കൂടെ ആരാ ഉള്ളത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അദ്ദേഹത്തിന് വിളിക്കപ്പെട്ടുവോ? അതേ, വിളിക്കപ്പെട്ടു. വാതിൽ തുറന്നു. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, വാതിൽ തുറന്ന് ഞാൻ അകത്ത് പ്രവേശിച്ചപ്പോൾ അവിടെ ഒരു വ്യക്തിയെ കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തി തന്നു, ഇത് നിങ്ങളുടെ ഉപ്പാപ്പയായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. സലാം പറയാൻ പറഞ്ഞു. ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം സലാം മടക്കി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകന് സ്വാഗതം, അള്ളാഹുവിന്റെ പ്രവാചകന് സ്വാഗതം എന്ന് പറഞ്ഞു. ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ രണ്ടാമത്തെ ആകാശത്തിലേക്ക് കൊണ്ടുപോയി. അവിടെയും ഇതേപോലെ മുട്ടി. ഉള്ളിൽ നിന്ന് ചോദ്യം വന്നു, ആരാണ് പുറത്ത്? ജിബ്രീലാണെന്ന് പറഞ്ഞു അലൈഹിസ്സലാം. ആരാണ് കൂടെയുള്ളത്? മുഹമ്മദ് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം വിളിക്കപ്പെട്ടുവോ? അതേ, വിളിക്കപ്പെട്ടിരിക്കുന്നു. ഡോറ് തുറന്നു, അകത്തേക്ക് പ്രവേശിച്ചു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ രണ്ട് വ്യക്തികളെ കണ്ടു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തി അള്ളാഹുവിന്റെ റസൂലിന്. ഇത് സലാം പറയാൻ പറഞ്ഞു. സലാം പറഞ്ഞു, സലാം മടക്കി. ഇത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇത് ഈസയാണ്, ഇത് യഹ്യയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ രണ്ടാമത്തെ ആകാശത്തിൽ വെച്ച് ഈസാ നബി അലൈഹി സ്വലാമിനെയും യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കണ്ടു. അവിടെ സംസാരിച്ചതിന് ശേഷം വീണ്ടും മൂന്നാമത്തെ ആകാശത്തിലേക്ക് പോയി. അങ്ങനെ മൂന്നാമത്തെ ആകാശത്തിലേക്ക് ഇതേപോലെ മുട്ടുകയും അവിടെ നിന്ന് ചോദ്യങ്ങൾ വരികയും ആരാണെന്ന് ചോദിക്കുകയും ഇന്ന ആളാണ് എന്ന് പറയുകയും വീണ്ടും പറഞ്ഞു, കൂടെ ആരാണുള്ളത് എന്ന് ചോദിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറയുകയും ചെയ്തപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. സലാം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ പറയും, ഞാൻ അവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് കുശലാന്വേഷണം നടത്തിയതിനു ശേഷം വീണ്ടും അവിടുന്ന് ഉയരുകയാണ്. നാലാം ആകാശത്തിലേക്ക് പോയി. നാലാം ആകാശത്തിലേക്ക് പോയപ്പോഴും അവിടെ നിന്ന് പറഞ്ഞു, ആരാണ് പുറത്ത്? അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കവാടം മുട്ടിയപ്പോൾ ആരാണ് പുറത്ത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഞാനിത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഹദീസ് അങ്ങനെ വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു. അള്ളാഹുന്റെ റസൂൽ അവിടെ നിന്നും വന്നു, ആരാണെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ ജിബ്രീലാണ്.
അപ്പോ ആരാണ് കൂടെയുള്ളത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം വിളിക്കപ്പെട്ടു. ഡോറ് തുറന്നു, അകത്തേക്ക് പ്രവേശിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ അവിടുന്ന് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് പോവുകയാണ്. 5-ാമത്തെ ആകാശത്തിലേക്ക് എത്തി. അവിടെ നിന്ന് വീണ്ടും ചോദിക്കപ്പെട്ടു, ആരാണ് പുറത്ത്? ഞാൻ ജിബ്രീലാണ്. കൂടെ ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വിളിക്കപ്പെട്ടു. ഡോറ് തുറന്നു.